ഹായ് കൂട്ടുകാരെ, ഏവർക്കും നമസ്കാരം. എൻ്റെ യാത്രയുടെ രണ്ടാമത്തെ എപ്പിസോഡാണിത്. ഈ എപ്പിസോഡിൽ കർണാടക സംസ്ഥാനത്തിലെ ഹസൻ ജില്ലയിലെ ബേലൂർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ചെന്ന കേശവ ക്ഷേത്രത്തെക്കുറിച്ചാണ് ഞാൻ വിവരിക്കുന്നത്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ സ്ഥാനം നേടിയ ക്ഷേത്രമാണിത്. ഹൊയ്സാല രാജവംശമാണ് ഈ ക്ഷേത്രം പണികഴിപ്പിച്ചത്. ഹൊയ്സാല രാജവംശത്തെക്കുറിച്ചും അവരുടെ വാസ്തുശില്പകലയെക്കുറിച്ചും കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ വിവരിച്ചിരുന്നു. ഈ എപ്പിസോഡിൽ ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടുകളെക്കുറിച്ചാണ് വിവരിക്കുന്നത്. വരും എപ്പിസോഡുകളിൽ ഈ ക്ഷേത്രത്തിൻ്റെ മുഴുവൻ കാഴ്ചകളും നിങ്ങളിൽ എത്തിക്കാൻ ഞാൻ ശ്രമിക്കും. സാമൂഹ്യ മാധ്യമങ്ങളിൽ നിങ്ങൾ തിരഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ആ ക്ഷേത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളും കുറച്ച് ചരിത്രം മാത്രമേ നിങ്ങൾക്ക് കാണാൻ കഴിയൂ. എന്നാൽ ഈ ക്ഷേത്രത്തിൻ്റെ മുഴുവൻ കാഴ്ചകളും ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങൾ ഇതുവരെയും കാണാത്ത കാഴ്ചകളിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകും. അതിനുവേണ്ടി നിരവധി എപ്പിസോഡുകൾ വേണ്ടിവരും. നമുക്ക് ക്ഷേത്രത്തിൻ്റെ പുറം കാഴ്ചകളിലേക്ക് പോകാം. ഞാനിപ്പോൾ നിൽക്കുന്നത് കർണാടകത്തിലെ ഹസൻ ജില്ലയിലെ ചെറുപട്ടണമായ ബേലൂരിലെ ചെന്ന കേശവ ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ്. ഹൊയ്സാല രാജാക്കന്മാരുടെ വാസ്തുശില്പശൈലിയാണ് ഈ പട്ടണത്തെ പ്രസിദ്ധിയിലെത്തിച്ചത്. ലോക പൈതൃക പട്ടികയിൽ യുനെസ്കോയുടെ അംഗീകാരം ഉണ്ട്. ഇവിടത്തെ ജൈന ക്ഷേത്രങ്ങളാണ് പൈതൃക പട്ടികയിൽ ഇടം കിട്ടാൻ സഹായിച്ചത്. ഹിന്ദുമതത്തിൻ്റെ ഇതിഹാസമായ രാമായണത്തിലെയും മഹാഭാരതത്തിലെയും കഥകളെ അടിസ്ഥാനമാക്കിയാണ് ശിലാശില്പങ്ങൾ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ക്ഷേത്രങ്ങളിൽ ശിലാശില്പങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ഹൊയ്സാല വാസ്തുശില്പ ശൈലിയിലാണ്. ശില്പങ്ങൾ നിർമ്മിക്കാൻ സോപ്പ് സ്റ്റോണുകളാണ് അവർ ഉപയോഗിച്ചിരുന്നത്. ഹൊയ്സാല രാജവംശത്തിൻ്റെ ചരിത്രത്തിലേക്ക് ഒന്ന് പോകാം. ഹൊയ്സാല രാജവംശത്തിൻ്റെ ചരിത്രത്തിലേക്കൊന്ന് പോകാം. ഹൊയ്സാല രാജഭരണത്തിൻ്റെ ചരിത്രം തുടങ്ങുന്നത് 10-ാം നൂറ്റാണ്ടിനും 14-ാം നൂറ്റാണ്ടിനും ഇടയിലാണ്. കർണാടകത്തിൽ ഭരിച്ചിരുന്ന ഹൊയ്സാല രാജാക്കന്മാർ കർണാടകം കൂടാതെ ആന്ധ്രാപ്രദേശിൻ്റെയും തമിഴ്നാടിൻ്റെയും കുറച്ച് ഭാഗങ്ങൾ ഇവർ ഭരണത്തിൻ്റെ കീഴിലായിരുന്നു. ചാലുക്യരിൽ നിന്നാണ് ഹൊയ്സാല രാജവംശം ഉടലെടുത്തത്. ഇവർ ഹിന്ദുമതത്തെയും ജൈനമതത്തെയും പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഹൊയ്സാല രാജാക്കന്മാരും മന്ത്രിമാരും ജൈനമതത്തിൻ്റെ രക്ഷാധികാരികളായിരുന്നു. ആദ്യ ഭരണകേന്ദ്രം ബേലൂരും പിന്നീട് ഹലേബീഡുവിലേക്കാണ് തലസ്ഥാനം മാറ്റിയത്. പ്രമുഖ ഭരണാധികാരികൾ വിഷ്ണുവർദ്ധനൻ, വീരഭല്ലാള രണ്ടാമൻ, വീരഭല്ലാള മൂന്നാമൻ എന്നിവരായിരുന്നു. ഇവർ കല, സാഹിത്യം, വാസ്തുശില്പകല എന്നിവയെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. സിംഹത്തിൻ്റെയും യാളിയുടെയും മുഖമുള്ള ചിത്രമാണ് ഈ കാണുന്നത്. ഇത്തരം ചിത്രം ഇതിൻ്റെ ചുറ്റുമതിലുകളിൽ കാണാൻ കഴിയും. ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടത്തിലാണ്. കവാടത്തിൻ്റെ ചുറ്റുമുള്ള മതിലുകൾ തീർത്തിരിക്കുന്ന സാധാരണ കല്ലുകൾ കൊണ്ടാണ്. ആ കല്ലിൽ കൊത്തിവെച്ചിട്ടുള്ള രൂപങ്ങളാണ് മീനിൻ്റെയും
പൂവിൻ്റെയും ഹനുമാനിൻ്റെയും വ്യാളിയുടെയാണ് ഇത്. വ്യാളിയുടെയാണ്. പക്ഷെ ആ കാണുന്ന കല്ല് സോപ്പ് സ്റ്റോണാണ്. പക്ഷേ ബാക്കി കാണുന്നതെല്ലാം സാധാ കല്ലുകളാണ്. ആ കല്ലുകളെ കൃത്യമായി കർവ് ചെയ്തിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കവാടത്തിലെ മറ്റു ചിത്രങ്ങളാണ് വ്യാളിയും ഫിഷിൻ്റെ പല രൂപങ്ങളും വിഷ്ണുവിൻ്റെ രൂപവും ശില്പങ്ങളുമാണ് ഇവിടെ കൊത്തിവെച്ചിട്ടുള്ളത്. ഈ കാണുന്നത് സോപ്പ് സ്റ്റോൺ ഉപയോഗിച്ചിട്ട് നിർമ്മിച്ച ശില്പങ്ങളാണ്. കുടിൽ വ്യവസായം ആണ്. അതാണ് രഥം. ചെന്ന കേശവ ക്ഷേത്രത്തിൻ്റെ രഥമാണ് ഇത്. ഇവിടെ കാണുന്നത് സോപ്പ് സ്റ്റോൺ കൊണ്ട് നിർമ്മിച്ച ശില്പങ്ങളാണ്. അത് വിൽക്കാനിരിക്കുന്ന ആളുകളെയും കാണാം. ഈ എപ്പിസോഡിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുക. യാത്രകളെക്കുറിച്ചുള്ള എൻ്റെ ആദ്യത്തെ അവതരണമാണ് ഇത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞിട്ട് വേണം മുന്നോട്ട് പോകാൻ. ഞാൻ നടത്തിയ എല്ലാ യാത്രകളും വരും എപ്പിസോഡുകളിൽ ഞാൻ നിങ്ങളിൽ എത്തിക്കാൻ ശ്രമിക്കും. ഞാൻ യാത്ര ചെയ്ത സ്ഥലങ്ങളായ കേരളത്തെ എല്ലാ ജില്ലകളും, കർണാടക, ആന്ധ്ര, തെലുങ്കാന, തമിഴ്നാട്, ലക്ഷദ്വീപ്, ഡൽഹി, ഹിമാചൽ പ്രദേശ് എന്നീ സ്ഥലങ്ങളിലെ കാഴ്ചകളിലൂടെ നമുക്ക് ഇനി മുന്നോട്ട് പോകേണ്ടതുണ്ട്. ആയതുകൊണ്ട് നിങ്ങളുടെ വ്യക്തമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു.